ഒരാൾക്കും എതിരഭിപ്രായമില്ലാത്ത ഒരു തിരക്കഥാകൃത്തും നടനുമായിരുന്നു പ്രതിഭാധനനായ ശ്രീനിവാസൻ. തിരക്കഥാ രചനയിൽ അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊരാളില്ലായിരുന്നു. എന്നിട്ടുകൂടി അഭിനയമായിരുന്നു അദ്ദേഹത്തിന്റെ പാഷൻ. സുന്ദരമായ രൂപം അല്ലാത്തതിനാൽ നടൻ എന്ന നിലയിൽ എവിടെയെങ്കിലും എത്തിച്ചേരാനുള്ള അദമ്യമായ അഭിവാജ്ഞ അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. ആദ്യകാലത്ത് ലഭിച്ച നുറുങ്ങ് വേഷങ്ങളിൽ പോലും ആ പ്രതിഭയുടെ മിന്നലാട്ടം കാണാമായിരുന്നു. പ്രിയദർശൻ തന്റെ സിനിമയ്ക്ക് തിരക്കഥ എഴുതി തന്നാൽ നല്ലൊരു വേഷം തരാമെന്ന് പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ ഗത്യന്തരമില്ലാതെ പേന കയ്യിലെടുത്തു. അതിനെക്കുറിച്ച് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: തിരക്കഥാ രചന എന്ന അണ്ടകടാഹത്തിലേക്ക് എന്നെ ബലമായി തള്ളിയിട്ട ഭീകരനാണ് പ്രിയദർശൻ. നടനായി നിലനിൽക്കാനും വളരാനും തിരക്കഥ എന്ന മാറാപ്പ് ചുമന്നേ തീരൂ എന്ന തിരിച്ചറിവിൽ പിന്നീട് തിരക്കഥകൾ അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു. നല്ല വെടിപ്പായി തിരക്കഥകൾ എഴുതാൻ കാരണമായത് സത്യനന്ദിക്കാടുമായുള്ള കൂട്ടുകെട്ടാണ്. പിന്നീട് പുറത്തിറങ്ങിയതെല്ലാം അടുക്കും ചിട്ടയും വെടുപ്പുമുള്ള കുലീനമായ തിരക്കഥകളായിരുന്നു. സത്യനന്ദിക്കാടിന് മനസ്സിലായി താൻ ഇക്കാലം അത്രയും തേടി നടന്ന എഴുത്തുകാരൻ ശ്രീനിവാസനാണെന്ന്. സമാന അഭിരുചിയുള്ള രണ്ട് സുമനസ്സുകളുടെ ഒത്തുചേരൽ മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല സിനിമകൾ സംഭാവന ചെയ്തു. അവർ ഒരുമിച്ചപ്പോൾ ഉണ്ടായ സിനിമകൾ കേവലം തമാശ പടങ്ങളായിരുന്നില്ല. മനുഷ്യ ജീവിതത്തിന്റെ പ്രതിസന്ധികളും നിസ്സഹായതയും നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കപ്പെട്ട ജീവിതഗന്ധിയായ മൂല്യമുള്ള സിനിമകളായിരുന്നു. പിന്നീട് സമൂഹത്തിലെ പുഴുക്കുത്തുകളും മാലിന്യങ്ങളും അതിശക്തമായി തുറന്നു കാട്ടുന്ന പുതിയ ചലച്ചിത്ര സമീപനത്തിലേക്ക് ശ്രീനിവാസൻ വഴിമാറി സഞ്ചരിച്ചു. സംവിധാനത്തിലേക്ക് അദ്ദേഹം പറിച്ചു നട്ടപ്പോഴും തിരക്കഥ തന്നെയായിരുന്നു ശ്രീനിയുടെ വജ്രായുധം. വടക്കുനോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും കാതലും കതിർക്കനവുമുള്ള ഉദാത്തമായ രചനകളായിരുന്നു. ഒരു കരുത്തുറ്റ നടൻ എന്ന നിലയിലും ശ്രീനിയെ ഭാഗമാക്കിയത് അദ്ദേഹത്തിന്റെ കനവും കാതലുമുള്ള കരുത്തുറ്റ തിരക്കഥ തന്നെയായിരുന്നു. ശ്രീനിവാസന്റെ തിരക്കഥാ രചനകളിൽ ഫാന്റസിയുടെ നേരിയ ഒരു അംശം പോലും കാണാനാവില്ല. ജീവിതത്തിൽ നിന്ന് ചീന്തിയ ചോര തുടിക്കുന്ന ഏടുകളാണ് അദ്ദേഹത്തിന്റെ ഓരോ രചനയും. ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ ഇത്രമാത്രം സൃഷ്ടിച്ച വേറൊരു കലാകാരനെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഒരിക്കലും വരമൊഴി സംസാരിക്കാറില്ല. ജീവിതത്തിൽ നിന്ന് നേരിട്ട് സിനിമാ സ്ക്രീനിലേക്ക് കയറി വന്ന കഥാപാത്രങ്ങളായിരുന്നു ശ്രീനിയുടേത്. തന്നെ കുറച്ചു കാണിച്ച് കോമാളി വേഷം കെട്ടി സ്വയം ഹോമിച്ച ഒരു അതുല്യ കലാകാരനായിരുന്നു അദ്ദേഹം. ശ്രീനിവാസന്റെ രചനകൾ ഒരിക്കലും പുതുമ നഷ്ടപ്പെടാത്ത, എല്ലാ കാലത്തും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ചിത്രങ്ങളായിരുന്നു. വരവേൽപ്പും സന്ദേശവും സമൂഹത്തിന്റെ നേർസാക്ഷ്യങ്ങളായിരുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇന്നും നെടുന്തൂണായി നിൽക്കും ശ്രീനിവാസന്റെ സിനിമകളും ശ്രീനിവാസൻ എന്ന നട്ടൽ വളയ്ക്കാത്ത കലാകാരനും. അന്തരിച്ച ആ കലാകാരന്റെ കാൽക്കൽ GPS മീഡിയ 1000 അശ്രുപുഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നു.